ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈയൊരു ആഴ്ച 7 നക്ഷത്ര ജാതകർ പനപോലെ വളരും. അതായത് ഈ ആഴ്ചയിൽ ആദിത്യൻ കർക്കിടകം രാശിയിൽ, ആയില്യം ഞാറ്റുവേലയിലാണ്. അതുപോലെ ചന്ദ്രൻ വാരാന്ത്യം കൃഷ്ണപക്ഷത്തിൽ ഓഗസ്റ്റ് 12, അതായത് കർക്കിടകം 27-നാണ് കർക്കിടക വാവ് വരുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 13 മുതൽ ശുക്ലപക്ഷം ആരംഭിക്കുന്നു. ചാന്ദ്രമാസമായ ശ്രാവണം തുടങ്ങുന്നതും അന്നു തന്നെയാണ്. ചൊവ്വ മിഥുനം രാശിയിൽ മകയിരം തിരുവാതിര നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ബുധൻ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിലും, ശുക്രൻ നീചക്ഷേത്രമായ കന്നിയിൽ ഉത്രം അത്തം നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. വ്യാഴം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ പൂയം നക്ഷത്രത്തിലാണ്. ആഗസ്റ്റ് 10 അസ്തമയത്തോടെ ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടു നിന്ന വ്യാഴമൗഢ്യം അവസാനിക്കും. ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിൽ വക്രഗതിയിലാണ്. അതുപോലെ രാഹു കുംഭത്തിൽ അവിട്ടം നക്ഷത്രത്തിലും കേതു ചിങ്ങത്തിൽ മകം നക്ഷത്രത്തിലുമായി തുടരുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് 3-ലെ ചൊവ്വ മനഃശക്തി പകരും. അതുപോലെ മറ്റുള്ളവർ മടിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ ആഴ്ച കഴിയുന്നതാണ്. ഭൂമി വിൽപ്പനയിൽ ധനനേട്ടമുണ്ടാകും. അതുപോലെ 4-ലെ ബുധഗുരു രവിയോഗം കർമ്മഗുണം ഉയർത്തുന്നതാണ്. അധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുവാൻ സാധിക്കും. ഭവനം, ഓഫീസ്, വാഹനം എന്നിവ മോടി പിടിപ്പിക്കുവാൻ ഈ ആഴ്ച സാധിക്കും. അതുപോലെ തന്നെ 6-ലെ ശുക്രസ്ഥിതി പ്രണയിക്കുന്ന ആളുകൾക്ക് ഇച്ഛാഭംഗത്തിന് കാരണമായേക്കാം. സാമ്പത്തികമായി നിങ്ങൾക്ക് ഈയൊരു ആഴ്ച സമ്മിശ്രമാണ്. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഗുണം കുറയുവാൻ ഇടയുള്ള ദിവസങ്ങളാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സ്വസ്ഥത കുറയുന്നതാണ്. പല കാര്യങ്ങളിലും തടസ്സമോ എതിർപ്പോ ഉണ്ടാകാം. അതുപോലെ തന്നെ 3-ൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ആപദ്ധൈര്യം വർദ്ധിക്കും. സഹോദരങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകുന്ന വാരമാണ്. അവരുടെ പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും. 4-ൽ ബുധവ്യാഴ സഞ്ചാരത്താൽ പഠന പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ രംഗം വളരെയധികം പുഷ്ടിപ്പെടും. കൃത്യമായ നീക്കത്തിലൂടെ വിപണിയിൽ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്നതാണ്. ചെലവുകളിൽ അല്പം നിയന്ത്രണം പുലർത്തുന്നത് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമാകും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ സൂര്യന് ശുഭഗ്രഹ യോഗം വരികയാൽ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. അതുപോലെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം വരുന്നതാണ്. പ്രത്യേകിച്ചും ഈയൊരു ആഴ്ച മനക്കരുത്തുണ്ടാകും. എതിർപ്പുകളെയെല്ലാം തന്നെ സധൈര്യം നേരിടുവാൻ സാധിക്കുന്നതാണ്. ഗൃഹം, വാഹനം, ഓഫീസ് മുറി ഇവയിലേതെങ്കിലും നിങ്ങൾക്ക് മോടി പിടിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകളെല്ലാം തന്നെ വർദ്ധിക്കുന്ന ഒരു വാരമാണ്. കാര്യങ്ങൾ എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ വേണം. പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയത്തിൽ അലച്ചിലുണ്ടാകാം. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അല്പം കരുതൽ പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രന് പക്ഷബലഹാനി വരികയാൽ മനസമാധാനം കുറയും. കലഹബുദ്ധി, അകാരണമായ ഭയം, ഉറക്കം ഇല്ലായ്മ എന്നിവ ഭവിക്കാം. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയുന്നതാണ്. അതുപോലെ 2-ലെ ചൊവ്വ വാഗ്ദോഷത്തിന് കാരണമാകും. ഈയൊരു ആഴ്ച യാതൊരു രീതിയിലുള്ള വ്യവഹാരങ്ങൾക്ക് മുതിരാതിരിക്കുക. 3-ലെ ത്രിഗ്രഹ യോഗത്താൽ വിശിഷ്ട വ്യക്തികളുടെ സർവാത്മന ഉള്ള പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. സഹോദരാനുകൂല്യമുണ്ടാകും. 5-ലെ ശുക്രൻ ഭാവന ഉയർത്തുന്നതാണ്. വ്യാപാരികളായ ആളുകൾക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന വാരം കൂടിയാണ്.
അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഈ ഒരു ആഴ്ച സമ്മർദ്ദങ്ങൾ വളരെയധികം ഉണ്ടാകും. അതുപോലെ പിടിവാശി എതിർപ്പുകൾക്ക് കാരണമായി മാറുന്നതാണ്. ഭൗതിക സാഹചര്യം നിങ്ങൾക്ക് വളരെയധികം മെച്ചമാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ മേൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ചെറിയ തടസ്സം അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഓണപ്പരീക്ഷ നന്നായി എഴുതുവാൻ സാധിക്കുന്നതാണ്. ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതാണ്. അതുപോലെ സമൂഹത്തിൽ അംഗീകാരമുള്ളവരുടെ നല്ല വാക്കുകൾ ശ്രവിക്കുവാനുള്ള യോഗമുണ്ട്. വ്യാപാര യാത്രകളെല്ലാം തന്നെ പ്രയോജനകരമായി മാറും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മേന്മ കുറയുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഈ ഒരു ആഴ്ച തുടർച്ചയായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. മത്സരങ്ങളിലും പരീക്ഷകളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ആഴ്ച ഏകോപനത്തിൽ വിജയമുണ്ടാകും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുഗമത കുറയുന്നതാണ്. അതുപോലെ നല്ല കാര്യങ്ങൾ പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. 4 ശുക്രൻ ദുർബലനാകിയാൽ സ്ത്രീ സൗഹൃദം, സുഹൃത്ത് ബന്ധം എന്നിവ അനിഷ്ടമുണ്ടാക്കുന്നതാണ്. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാനുള്ള കഴിവും ഈ ഒരു ആഴ്ച കുറയും. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സൗഖ്യം കുറയുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മരാശിയിലെ ചൊവ്വയാൽ ക്ഷോഭം അധികരിക്കും. വൈകാരിക പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. 2 ത്രിഗ്രഹി യോഗം നിങ്ങൾക്ക് അനുകൂലമായി മാറും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. വാക്കുകൾ എല്ലാം തന്നെ നിങ്ങളുടെ ശ്രദ്ധേയമായി മാറും. കലാകാരന്മാർക്ക് വളരെയധികം അവസരങ്ങൾ വന്നെത്തും. 4 നീച ശുക്രൻ അല്പം ഗൃഹസമാധാനം കുറയ്ക്കുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് ഭൗതികമായി മോശസ്ഥിതി ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചെലവ് വർദ്ധിക്കുവാനും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും ഇടയുള്ള ദിവസങ്ങളാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനി വക്രസഞ്ചാരം നടത്തുന്നതിനാൽ ലക്ഷ്യബോധം കുറയും. ജന്മത്തിൽ 3 ഗ്രഹങ്ങളുള്ളത് കർമ്മ തടസ്സം സൃഷ്ടിക്കാം. വാഗ്ദാനങ്ങൾ എല്ലാം തന്നെ പാഴായി മാറുന്നതാണ്. വ്യാപാരത്തിൽ കൂടുതൽ പണം മുടക്കുന്നത് ഈയൊരു ആഴ്ച വളരെയധികം ശ്രദ്ധിച്ചു വേണം. പ്രത്യേകിച്ച് 3 ശുക്രനാൽ സ്ത്രീ ജനങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാം. ആകസ്മികമായ നേട്ടങ്ങളും ഈയൊരു ആഴ്ച വന്നു ചേരും. സൗഹൃദം പുഷ്ടിപ്പെടും. പഴയ കടബാധകൾ പരിഹരിക്കുവാനുള്ള പോംവഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മേന്മ കുറയുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന വാരമാണ്. സുജനങ്ങൾക്കിടയിൽ പ്രീതി വർദ്ധിക്കും. ധനകാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. പ്രത്യേകിച്ചും സഹപ്രവർത്തകരുടെ കാര്യങ്ങളിൽ സജീവമായി പങ്കാളിയാകുവാൻ കഴിയും. 12 ചൊവ്വ ഭൂമി വ്യവഹാരത്തിൽ സമ്മർദ്ദം ഉയർത്തുന്നതാണ്. ഞായറും തിങ്കളും ദേഹക്ഷീണം, അലച്ചിൽ ഇവയുണ്ടാക്കാം. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കർമ്മ മേഖലയിൽ വളരെയധികം തിളങ്ങുവാൻ കഴിയുന്നതാണ്. വ്യക്തിപരമായും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വെള്ളി ശനി ദിവസങ്ങളിൽ ഉറക്കക്കുറവ്, ദിനചര്യകൾ തെറ്റുക ഇവയ്ക്ക് സാധ്യതയുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ അധ്വാനത്തിന് ഈയൊരു ആഴ്ച ഇരട്ടി ഫലം കിട്ടും. മുൻകൂട്ടി കണ്ട് പല കാര്യങ്ങളും നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. പരാശ്രയത്വം കുറയും. ധനാഗമ മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. വസ്തു വിൽപ്പന നടന്നു കിട്ടും. അതുപോലെ സഹോദരന്മാരുടെ പിന്തുണയും പ്രതീക്ഷിക്കാം. 2 ശുക്രൻ സഞ്ചരിക്കുകയാൽ നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിയുന്നതാണ്. പ്രണയം പുഷ്കലമാകും. ധാർമ്മികമായ കാര്യങ്ങൾക്ക് ഉദാരമായി സംഭാവന നൽകുവാൻ കഴിയും. ട്രാൻസ്ഫറിനായി നിങ്ങൾ നടത്തിയ ശുപാർശ ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. വിദ്യാഭ്യാസത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വളരെയധികം മേന്മ കുറയുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രന് നീച അവസ്ഥയുള്ളതിനാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ ഈ ആഴ്ച വന്നു ചേരില്ല. അതുപോലെ തന്നെ ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുവാൻ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരും. 12ാം ഇടത്തിലെ ഗ്രഹാധിക്യം ചെലവുകളെ സൂചിപ്പിക്കുന്നു. അതായത് കടം വാങ്ങിയ കാര്യങ്ങൾ നടത്തുവാൻ മുതിരുന്നതാണ്. ബിസിനസ് സംരംഭങ്ങൾക്കായി കൂടിയാലോചനകൾ ഉണ്ടാകും.
ബിസിനസ്സിൽ ഉത്സവ വിപണി മുന്നിൽ കണ്ട് മുതലിറക്കുന്നതാണ്. ക്ഷേത്രാടനാദികൾക്ക് നേരം കണ്ടെത്തുവാനും പ്രണയാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. വേണ്ടപ്പെട്ടവർ തമ്മിലുള്ള തെറ്റിദ്ധാരണ നീങ്ങുവാനുള്ള അവസരം വന്നു ചേരും. ന്യായമായ കാര്യങ്ങളെല്ലാം തന്നെ ഈയൊരു ആഴ്ച നടന്നു കിട്ടും. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ മുഖേന നടക്കേണ്ട കാര്യങ്ങൾക്ക് ഗതിവേഗം വർദ്ധിക്കുന്നതാണ്. പഠനത്തിൽ ഏകാഗ്രത പുലർത്തും. പരീക്ഷകളെയും മത്സരങ്ങളെയും ആത്മവിശ്വാസത്തോടെ നേരിടുവാൻ കഴിയുന്നതാണ്. ധനാഗമം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം വന്നു ചേരും. കുടുംബ പ്രശ്നങ്ങളെല്ലാം തന്നെ വിട്ടുവീഴ്ചയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള ദിവസങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു വാരം കർമ്മഗുണം വളരെയധികം അഭിവൃദ്ധിപ്പെടുന്ന ആഴ്ചയാണ്. വിചാരിച്ചതിലും അധികം നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തികമായി വരവ് പ്രതീക്ഷിക്കാം. ഔദ്യോഗിക മേഖലയിൽ സമാധാനം ലഭിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചറിയുവാൻ സാധിക്കും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം ഫലവത്തായി മാറുന്നതാണ്. ഇഷ്ടജനങ്ങളുമായി ഒത്തുചേരുവാൻ കഴിയും. പഠനത്തിൽ മികവ് തെളിയിക്കുവാനും സാധിക്കുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട ലൈസൻസ് അതുമല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ എന്നിവ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ജന്മശുക്രൻ പ്രണയപരവശരാക്കും. ശനിയാഴ്ചയ്ക്ക് മേന്മ കുറയുന്ന ദിവസമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കുവാൻ കഴിയും. കൂടിയാലോചനകൾ തുടരും. പ്രതിഭാവിലാസം ആദരിക്കപ്പെടുന്നതാണ്. തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ സാധിക്കും. അതുപോലെ വായ്പകളുടെ തിരിച്ചടവ് ഈ ആഴ്ച മുടങ്ങുന്ന വാരമല്ല. പഴയ കാര്യങ്ങളുമായി പുതിയ കാര്യങ്ങളെ തുലനം ചെയ്യുന്നതിൽ വളരെയധികം കൗതുകം തോന്നുന്നതാണ്. മകൻ്റെ ജോലി കാര്യത്തിൽ നല്ല വാർത്ത പ്രതീക്ഷിക്കാം. രോഗിയായ ബന്ധുവിനെ സാമ്പത്തികമായി സഹായിക്കുവാനും ഈ ആഴ്ച കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിക്കുവാൻ ഇടയുള്ള വാരമാണ്. സാഹസികമായ കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് വളരെയധികം ഗുണകരമായി മാറും. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. വാരാന്ത്യ ദിവസം ഒഴിച്ചാൽ പൊതുവെ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ അനുഭവസ്ഥമാകുന്ന വാരമാണ്. തൊഴിലിടത്തിൽ സമാധാനമുണ്ടാകും. സ്വന്തമായി പണം മുടക്കി നടത്തുന്ന തൊഴിലിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് കൂട്ടുകെട്ടുകൾ രൂപപ്പെടും. എതിർത്തവർ മൗനം ഭജിക്കുന്നതാണ്. നിങ്ങളുടെ സംഘടനകൾക്കുള്ളിൽ കൂടുതൽ പ്രാബല്യം നേടുവാൻ കഴിയും. തീർത്ഥാടന യോഗമുണ്ട്. നിക്ഷേപം ആരംഭിക്കുവാനും രോഗികളെ സഹായിക്കുവാനും കഴിയുന്നതാണ്. കുടുംബാംഗങ്ങൾക്കും വിശേഷിച്ച് പിതാവിനും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന വാരമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. പ്രശ്നങ്ങൾക്ക് പോംവഴി അല്പമായി തെളിയും. നീതിബോധം പ്രശംസിക്കപ്പെടും. അതുപോലെ സുഹൃത്തുക്കളുമായി പുതിയ സംരംഭം തുടങ്ങുന്നത് ചർച്ചാ വിഷയമായി മാറും. നക്ഷത്രാധിപനായ വ്യാഴത്തിൻ്റെ മൗഢ്യം തീരുന്നത് കാര്യനിർവഹണത്തിൽ പ്രതിഫലിക്കുന്നതാണ്. മത്സര സ്വഭാവമുള്ള ടെൻഡറുകളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. നിക്ഷേപങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ശാസ്ത്രീയ ഗവേഷണത്തിൽ മുഴുകുവാൻ കഴിയും. ജനപിന്തുണ വളരെയധികം ഉയരുന്ന വാരമാണ്. ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണകരമാകും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ഭാഗ്യത്തിലെ ഉച്ചഗുരു നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. പാരമ്പര്യത്തിൻ്റെ മഹിമകൾ അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. പ്രബോധനങ്ങൾ ശ്രോതാക്കളെ വശീകരിക്കും. ചൊവ്വ അഷ്ടമ സ്ഥാനത്താകിയാൽ ഭൂമി കാര്യത്തിൽ ശ്രദ്ധ വേണം. സഹോദരങ്ങളുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാനാകാതെ വളരെയധികം വിഷമിക്കേണ്ടി വരുന്നതാണ്. 11 ശുക്രൻ ഭോഗസുഖം സമ്മാനിക്കും. പ്രണയം പുഷ്കലമാകും. 4 രാഹു ഇടയ്ക്കിടെ മനക്ലേശത്തിന് വകയുണ്ടാക്കും. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ശുഭത്വം കുറയുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന് രവിഗുരു യോഗം വരുന്നത് ഫലപ്രദമായ കൂട്ടുകെട്ടുകൾ സഹായം ഇവ ലഭിക്കുമെന്നാണ്. അതുപോലെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ കരുനീക്കങ്ങൾ വിജയക്കൊടി പാറിക്കുന്നതാണ്. സ്വയം ചില പരിശീലനങ്ങൾ നടത്തി തയ്യാറെടുപ്പ് പൂർത്തിയാക്കുവാൻ സാധിക്കും. അവഗണിച്ചവ ആളുകളെല്ലാം തന്നെ
നിങ്ങളെ ആദരിക്കുന്ന വാരമാണ്. അഭിപ്രായങ്ങൾ മുഖവിലക്കെടുക്കും. അതുപോലെ ലഘുയാത്രകൾ മാനസികമായി സന്തോഷം സമ്മാനിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് ലാഭം കിട്ടിത്തുടങ്ങുന്ന വാരമാണ്. വാരാദ്യ ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ഉപരിവിപ്ലവവുമായി ചിന്തിക്കുന്ന സഹപ്രവർത്തകരെ തിരുത്തും. അതുപോലെ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും. കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ്. ഏഴിലെ ചൊവ്വ പങ്കു കച്ചവടത്തെ ബാധിച്ചേക്കാം. കുടുംബ അന്തരീക്ഷത്തെയും ഭിന്നപക്ഷങ്ങൾ ശാന്തമാക്കുവാൻ ഇടയുള്ള വാരമാണ്. ഗവേഷണം, അന്വേഷണം എന്നീ മേഖലകളിൽ വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അന്യദേശത്ത് കഴിയുന്ന ആളുകളിൽ നിന്നും നല്ല വാർത്തകളെത്തും. സഹിഷ്ണുത ഈയൊരു ആഴ്ച അനിവാര്യമാണ്. വ്യാഴം, വെള്ളി ദിനങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു ആഴ്ച ഉന്നമനേച്ഛയോടൊപ്പം ആർജവവും പ്രവർത്തനങ്ങളിൽ ഇടം പിടിക്കും. ആവിഷ്കരിക്കേണ്ട കാര്യങ്ങൾ സഹപ്രവർത്തകർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ കഴിയും. സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് ലോൺ ലഭ്യമാക്കുവാൻ ശ്രമിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ശോഭിക്കുവാൻ കഴിയും. അതുപോലെ പുതുതലമുറക്കാരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുവാൻ കഴിയുന്നതാണ്. ചികിത്സകൾ കൊണ്ട് ഫലവത്താകും. സാമൂഹികമായ കാര്യങ്ങളിൽ മുഴുകുവാൻ സാധിക്കും. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ വിശ്വാസം കുറയുവാൻ ഇടയുള്ള വാരമാണ്. പണച്ചെലവ് വർദ്ധിക്കാം. അതുപോലെ ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അധ്വാനം വർദ്ധിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് കിതപ്പും കുതിപ്പും ഉണ്ടാകും. ഒപ്പമുള്ളവരുടെ പിന്തുണ പ്രതീക്ഷിക്കാം. പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുവാൻ കൂടുതൽ സാവകാശം തേടുന്നതാണ്. സജ്ജനങ്ങളുടെ ഉപദേശങ്ങളെല്ലാം തന്നെ വഴികാട്ടും. ആശയവിനിമയത്തിൽ അവ്യക്തതകൾ വന്നു ചേരാം. കിട്ടാനുള്ള തുക ഭാഗികമായി ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. രോഗികളായ ആളുകൾക്ക് ചികിത്സാ മാറ്റം ഗുണകരമാകും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. റിട്ടയർ ചെയ്ത ആളുകൾക്ക് താൽക്കാലിക അവസരങ്ങൾ കിട്ടുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചന്ദ്രന് പക്ഷബലഹാനി വരികിയാൽ മനക്ഷോഭവും അശാന്തിയും ഉണ്ടാകും. വാക്കുകളെല്ലാം തന്നെ പരുഷമായി മാറും. തൊഴിൽ മേഖലയിൽ ശരാശരി വാരമാണ്. ചെറു നേട്ടങ്ങൾക്ക് കൂടുതൽ അധ്വാനം വേണ്ടിവരും. മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ നീട്ടിവെക്കുവാൻ പ്രേരണയുണ്ടാകുന്നതാണ്. ബിസിനസ് യാത്രകൾ നേട്ടത്തിന് കാരണമാകും. അതുപോലെ ബന്ധുക്കളെ സഹായിക്കുവാൻ കഴിയും. കമ്മിറ്റികളിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കും. തിങ്കൾ, ബുധൻ ദിവസങ്ങളിൽ ശുഭാരംഭങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് ഗുണകരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഈ ആഴ്ച കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. വിമർശിച്ച ആളുകളോട് വിരക്തി തോന്നുന്നതാണ്. നിങ്ങളുടെ ദീർഘവീക്ഷണം വിജയ ഘടകമായി മാറും. സാങ്കേതികമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമം തുടരുന്നതാണ്. വ്യാപാരത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. അതുപോലെ ലോൺ അപേക്ഷ നൽകുവാൻ കഴിയും. സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ കുടുംബത്തിൽ അഭിപ്രായ ഐക്യം വരുന്നതാണ്. ലഘുയാത്രകളോ തീർത്ഥാടനം പോലുള്ള യാത്രകളോ മാനസികമായ പിരിമുറുക്കം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സഹായിക്കുന്നതാണ്. കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് മുൻകൂർ തുക ലഭിക്കുന്ന വാരമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച അനാവശ്യമായ പിടിവാശി കാട്ടുന്നതിനാൽ കുടുംബ അന്തരീക്ഷത്തിൽ സമാധാനം കുറയും. ഉദ്യോഗസ്ഥർക്ക് പദവികളോട് നീതി പുലർത്തുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ശോഭിക്കുവാൻ കഴിയും. അതുപോലെ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈയൊരു വാരം പണച്ചെലവ് കുറയുന്നതല്ല. മക്കളുടെ ഭാവി കാര്യത്തിൽ അവരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പരിഗണിക്കുക. പ്രണയ അനുഭവങ്ങൾ സന്തോഷകരമാകും. ദൈവിക സമർപ്പണങ്ങൾ നടത്തുവാൻ സാധിക്കും. ബുധൻ, ശനി ദിവസങ്ങളിൽ ആയാസമേറുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. പ്രവർത്തനങ്ങൾക്ക് ദിശാബോധവും നവോന്മേഷവും കൈവരുന്ന വാരമാണ്. മേലധികാരിയുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കാം. ദൗത്യങ്ങൾ എല്ലാം തന്നെ വിജയിക്കും. ന്യായമായ ആവശ്യങ്ങൾ യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന വാരമല്ല. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. എതിർക്കുന്ന ആളുകളെ പാടെ അവഗണിക്കുവാനും കഴിയുന്നതാണ്. ആഡംബരത്തോട് ഭ്രമം വർദ്ധിക്കും. വസ്തുതർക്കം അതിരുവിടരുത്. അതുപോലെ കുടുംബത്തോടൊപ്പം ഷോപ്പിംഗ്, പുറമേ നിന്നുള്ള ഭക്ഷണം ഇവയ്ക്കുള്ള അവസരം വന്നു ചേരും. താൽക്കാലിക ജോലി തേടുന്ന ആളുകൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്ന വാരമാണ്.
അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തുവാൻ സാധിക്കും. അതുപോലെ അവസരോചിത ബുദ്ധി ഉണരും. ഒപ്പമുള്ളവരിൽ ചിലരുടെ സ്ഥാപിത താൽപ്പര്യങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. കമ്മീഷൻ, ഏജൻസി വ്യാപാരം, ചെറുകിട തൊഴിലുകൾ എന്നിവയിൽ ഈ ആഴ്ച പുരോഗതി പ്രതീക്ഷിക്കാം. ജന്മശനിയാൽ അകാരണമായ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം. വരവ് ചെലവുകൾ സമാനമാകുന്ന വാരമാണ്. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ജാഗ്രത പുലർത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ചന്ദ്രസഞ്ചാരം സാമാന്യം അനുകൂല രാശികളിലാകിയാൽ അനായാസമായി ചിലതൊക്കെ ഈയൊരു ആഴ്ച നേടുവാൻ കഴിയും. ആഘോഷങ്ങൾക്കനുസരിച്ച് വ്യാപാരത്തിൽ ക്രമീകരണം നടത്തുവാൻ സാധിക്കും. മകളുടെ പഠന ശുഷ്കാന്തി സന്തോഷിപ്പിക്കുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ പണം ഈ ആഴ്ച ചെലവഴിക്കേണ്ടി വരും. പ്രൈവറ്റ് സ്ഥാപനത്തിൽ താൽക്കാലികമായി ജോലി ലഭിക്കുവാൻ ഇടവരും. ജന്മശനിയുടെ വക്രതയാൽ ഇടയ്ക്കിടെ മടുപ്പ് അനുഭവപ്പെടുന്നതാണ്. അതുപോലെ യാത്രകളോട് ആഭിമുഖ്യം പുലർത്തുവാൻ സാധിക്കും. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകുന്ന വാരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.